ഹലോ ഗൈസ്, നമ്മളുടെ പ്രിയപ്പെട്ട എല്ലാ നടന്മാരും ഏതെങ്കിലും ഓഡീഷൻ വഴിയായിരിക്കും സിനിമയിലേക്ക് കടന്നു വന്നത്. നമ്മളുടെ കംപ്ലീറ്റ് ആക്ടറായിട്ടുള്ള മോഹൻലാൽ എങ്ങനെയാണ് സിനിമയ്ക്ക് വന്നതെന്നും ആളുടെ ആദ്യ പടം ഏതാണെന്നും അതിൻ്റെ ഓഡീഷനിൽ ആൾ പങ്കെടുത്തപ്പോൾ അവിടുത്തെ ആൾക്കാർക്കുണ്ടായിരുന്ന റിയാക്ഷൻ അതെന്തെല്ലാമാണെന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെറിയൊരു സ്റ്റോറി പോലെ പറയാൻ പോകുന്നത്. മോഹൻലാലിൻ്റെ 18കളുടെ കാലഘട്ടത്തിലായിരുന്നു ആദ്യമായിട്ടൊരു സിനിമയിൽ അഭിനയിക്കുന്നത്. സിനിമയുടെ പേര് തിരനോട്ടം. തിരുവനന്തപുരം ജില്ലയിലെ MG കോളേജ്. അവിടെ ഒരു കൂട്ടം ചെറുപ്പക്കാർ സിനിമയെക്കുറിച്ച് മാത്രം ചർച്ചയിൽ മുഴുകി നിൽക്കുന്ന ഒരു സമയം. മണിയമ്പിള്ള രാജു, സുരേഷ് കുമാർ, അശോക് കുമാർ, സംവിധായകൻ പ്രിയദർശൻ, എല്ലാവരുടെയും സംസാരം സിനിമ തന്നെയായിരുന്നു. സിനിമ മോഹം തലയ്ക്ക് പിടിച്ച് നിൽക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെന്ന നിലയിലാണ് അവിടെ പൊതുവെ ഇവരെല്ലാവരും കരുതിയിരുന്നത്. അവസാനമായിട്ട് ഇവർ ഒരു സിനിമ സ്വന്തമായിട്ട് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അവരുടെ ആഗ്രഹത്തിൻ്റെ പുറത്ത് അവർ ആ സിനിമ ആരംഭിക്കുകയും ചെയ്തു. സുഹൃത്തുക്കൾ ചേർന്ന് നിർമ്മിക്കുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ അതിലൊരു ക്യാരക്ടറിൻ്റെ റോള് മോഹൻലാലിന് ഇവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ഓഡീഷനൊന്നും ഇല്ലാണ്ട് എങ്ങനെയാ ഒരു സിനിമയ്ക്ക് ഒരു അഭിനേതാക്കളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതിൽ ഇവർ ഒരു ഓഡീഷൻ വെക്കുകയായിരുന്നു. അങ്ങനെ മോഹൻലാലിൻ്റെ ആദ്യത്തെ ഓഡീഷൻ തിരുവനന്തപുരത്തെ ആളുടെ വീട്ടിൻ്റെ ടെറസിൻ്റെ മുകളിൽ വെച്ചിട്ടായിരുന്നു. അങ്ങനെ സുഹൃത്തുക്കളെല്ലാവരും ചേർന്ന് ആ ഓഡീഷൻ നടത്തുമായിരുന്നു. ആകെ ഒരു സാധാരണ ക്യാമറയും കുറച്ച് ഫിലിം മാത്രമേ അന്ന് അവരുടെ കയ്യിൽ ആ ഓഡീഷൻ്റെ സമയത്ത് ഉണ്ടായിരുന്നു. അന്ന് ആദ്യമായി മോഹൻലാലിന് സുഹൃത്തുക്കൾ കൊടുത്ത വേഷം എന്ന് പറയുന്നത് ഒരു കണ്ണ് കാണാത്ത ഒരു കോമാളി പോലുള്ള ഒരു ആളുടെ ക്യാരക്ടറായിരുന്നു. കയ്യിലൊരു വടിയും സുഹൃത്തുക്കൾ കൊടുത്തിരുന്നു. മോഹൻലാലിനോട് ആക്ട് ചെയ്യാൻ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് ആക്ഷൻ പറഞ്ഞതും പിന്നെ ഉണ്ടായത് ഒരു നിമിഷം നേരത്തേക്ക് സുഹൃത്തുക്കൾ എല്ലാവരും ഒന്ന് അമ്പരന്ന് പോയി. ക്യാമറ ഓണാക്കിയതും 18 വയസ്സ് മാത്രം പ്രായമുള്ള മോഹൻലാൽ ഒട്ടും മടി കൂടാതെ ആ വടിയും കുത്തിപ്പിടിച്ച് കണ്ണ് രണ്ടും മുകളിലേക്ക് മറച്ച് വെച്ച് ഒരു യാചകനായി ജീവിച്ച് കാണിക്കുകയായിരുന്നു. ലാലേട്ടൻ്റെ ആ ഭാവങ്ങളും സ്വാഭാവിക അഭിനയവും കണ്ടപ്പോൾ തന്നെ കൂട്ടുകാർക്കും ക്യാമറയ്ക്ക് പിന്നിൽ നിന്നവർക്കും ഒരു കാര്യം മനസ്സിലായി. ഇവൻ വെറും ഒരു നടനല്ല, നാളത്തെ മലയാള സിനിമ ഭരിക്കാൻ പോകുന്ന മുതലാണെന്ന്. അങ്ങനെ അവസാനം മോഹൻലാലിൻ്റെ ആദ്യത്തെ ഓഡീഷനിൽ 100 മാർക്കും നേടി ആദ്യ സിനിമയിലേക്ക് മോഹൻലാൽ കാൽവെക്കുകയായിരുന്നു. കുട്ടപ്പൻ എന്ന ഒരു സൈക്കിൾ മെക്കാനിക്കിൻ്റെ വേഷമാണ് ആദ്യമായി മോഹൻലാൽ ആ സിനിമയിൽ ചെയ്തത്. എന്നാൽ ആദ്യമായി മോഹൻലാൽ അഭിനയിച്ച ആ സിനിമ ചില സാങ്കേതിക കാരണങ്ങളാൽ തിയേറ്ററുകളിൽ പ്രദർശനത്തിന് എത്തിയില്ല. സുഹൃത്തുക്കൾ ചേർന്ന് വളരെ കഷ്ടപ്പെട്ട് നിർമ്മിച്ച ആ സിനിമ അന്നത്തെ കുറച്ച് പൊളിറ്റിക്സും കാര്യങ്ങളാൽ സെൻസർ ബോർഡ് ആ സിനിമ നിരോധിക്കുകയായിരുന്നു. തിരുവനന്തപുരത്തിലെ ഒരൊറ്റ തിയേറ്ററിൽ ഒരൊറ്റ ഷോ മാത്രമാണ് ഈ സിനിമ കളിച്ചത്. എങ്കിലും ലാലേട്ടൻ ഇപ്പോഴും ഓർക്കുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഓഡീഷൻ തിരനോട്ടം എന്ന സിനിമയിലെ ആ തിരുവനന്തപുരത്തെ ആ വീടിൻ്റെ ടെറസിലെ സുഹൃത്തുക്കൾ ചേർന്നിട്ടുള്ള ഒരു കൂട്ടായ്മയായിട്ടുള്ള സിനിമയുടെ ഭാഗമായിട്ടാണെന്ന്. നമ്മുടെ ലാലേട്ടൻ്റെ ആദ്യത്തെ ഓഡീഷനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ സ്റ്റോറിയാണ് ഇവിടെ പറഞ്ഞത്. ഇതേപോലെ വേറെ ഏതെങ്കിലും ആക്ട്രസിൻ്റെ സ്റ്റോറി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അപ്പോൾ ബൈ.